നിലവിൽ ഒന്നും അറിയില്ല. രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ജീവിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു എന്തോ പ്രശ്നങ്ങളുണ്ടായി എന്ന് ഇവിടെ പറയപ്പെടുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയായ അൽമയുടെ ജീവനെടുത്തതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ധൈര്യപൂർവ്വം അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒരു ട്യൂഷൻ സെൻ്റർ അധ്യാപകനാണ് വിഷ്ണുനാഥ്. ആ വ്യക്തി ഇന്ന് 26-ാം തീയതി രാവിലെ 8:30-ക്ക് സ്വന്തം ഭാര്യയുടെ ജീവനെടുത്തതിന് ശേഷം അടുത്തുള്ള വീട്ടിൽ ചെന്ന് അവരോട് കാര്യം പറയുന്നു. അവർ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വരുന്നു, വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം ഇത്രയും നേരമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി 9 മണിക്ക് ശേഷമാണ്. എല്ലാ മെയിൻ സ്ട്രീം ചാനലുകളിലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വീണ്ടും നോക്കിക്കൊണ്ടേയിരുന്നു. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും നേരമായിട്ട് ഒരു അപ്ഡേറ്റ്സുമില്ല. ഇത്രയും നേരമായിട്ട് എന്തിന് ആ സ്ത്രീയെ ഇല്ലാതെയാക്കി അയാളുടെ ഭർത്താവ് എന്ന് പോലീസിനോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഈ ഭർത്താവ് ഭാര്യയെ കൊല്ലുക, ജീവനെടുക്കുക, ആ വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഭർത്താവ് ഭാര്യയുടെ ജീവനെടുക്കുക, അല്ലെങ്കിൽ തിരിച്ച് ഭാര്യ ഭർത്താവിൻ്റെ ജീവനെടുക്കുക. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു മകൻ അമ്മയുടെ ജീവൻ ലഹരിയുടെ പുറത്തെടുത്തത്. ഇതുപോലുള്ള വാർത്തകൾ ഇപ്പോൾ സ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതുമയൊന്നുമില്ല ഇതിനകത്ത്. സ്ഥിരമാണിത്. പ്രത്യേകിച്ച് കേരളത്തിൽ കാമുകൻ കാമുകിയെ, കാമുകി കാമുകനെ സ്ഥിരമാണ്. ഇല്ലെങ്കിൽ അവിഹിതത്തിൻ്റെ പേരിൽ ജീവനെടുക്കൽ പരിപാടികൾ സ്ഥിരമാണിപ്പോൾ. പക്ഷെ ഈ വിഷയത്തിൽ എന്താണ് കാരണം? ഒരു അധ്യാപകനാണ്, മനസ്സിലായില്ലേ? ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ അത്ര വലിയ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. അധ്യാപകരിലുമുണ്ട് ചെറ്റകൾ, ഇല്ലേ? വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പലതും ഊഹാപോഹങ്ങളാണ്. പക്ഷേ കാരണങ്ങൾ ഒരു 3-4 കാണാൻ സാധ്യതയുള്ളൂ. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ഇത്രയും നാളത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഇതുപോലുള്ള വാർത്തകൾ കണ്ട് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഒരു കേസന്വേഷണം കഴിയുമ്പോൾ അതൊക്കെ തന്നെ ആണ് സംഭവിച്ചത് എന്ന് അറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിനു മുമ്പ് ഈ വാർത്ത നിങ്ങളൊന്ന് കേൾക്കൂ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. വ്ളാത്താങ്കര സ്വദേശി അൽമയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് വിഷ്ണു പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, എന്താണ് ഈ ആക്രമണത്തിന് കാരണമായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര വ്ളാത്താങ്കര ചർച്ചിന് സമീപമാണ് ഈ സംഭവം നടക്കുന്നത്. അൽമ 32 വയസ്സുകാരിയാണ്. അൽമയും ഭർത്താവ് വിഷ്ണുനാഥുമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഏതാണ്ട് 10:30 ഈ വിവരം പുറത്തേക്ക് വരുന്നത്. അൽമ കൊല്ലപ്പെട്ട നിലയിൽ, അതായത് വീടിൻ്റെ ഈ ഹാൾ ഭാഗത്താണ് അൽമയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ ഭർത്താവ് വിഷ്ണുനാഥ് തൊട്ടടുത്തുള്ള ഈ വിഷ്ണുവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് എത്തി ഇങ്ങനെ അൽമയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം പറയുകയായിരുന്നു. കത്തി കൊണ്ടാണ് കുത്തി കൊലപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ ബന്ധുക്കളിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം അനുസരിച്ച് 9 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇതിനെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുക പതിവായിരുന്നുവെന്ന് അയൽക്കാരും അതേപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ അറിയിക്കുന്നുണ്ട്. ഇതിനെ ചൊല്ലിയുള്ള ഏതെങ്കിലും തർക്കത്തിനൊടുവിലാണ് ഈ കൊലപാതകം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഓക്കെ, ബാക്കി ഞാൻ കേൾപ്പിക്കാം. അപ്പോൾ തൊട്ടടുത്തുള്ള ബന്ധുവിൻ്റെ കേട്ടല്ലോ, അനിയൻ്റെ വീട്ടിൽ ചെന്നു, കാര്യങ്ങൾ പറഞ്ഞു, അവർ പോലീസിനെ വിളിച്ചു. അതിനുശേഷം പറയുന്നൊരു കാര്യം, ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു, കുട്ടികളില്ല, അതിൻ്റെ പേരിലുള്ള വഴക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഒരു അധ്യാപകനാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, മാന്യത കീപ്പ് ചെയ്യുന്ന ഒരു നല്ല അധ്യാപകനാണ് അയാൾ എങ്കിൽ ഒരിക്കലും കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഒരു വുമണൈസറാണോ അയാൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ തിരക്കാം, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ഇത്തിരി ദേഷ്യം കൂടിയ ഒരു വ്യക്തിയാണ് പുള്ളിയെങ്കിൽ, ഈ മാന്യത അതൊന്നും കീപ്പ് ചെയ്യുന്ന ഒരു അധ്യാപകനല്ല എങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് ഭാര്യയോട് വഴക്കുണ്ടാക്കാം. അതിൻ്റെ പേരിലുണ്ടായ വഴക്കിൽ ചിലപ്പോൾ ഇല്ലാതായതായിരിക്കാം ആ സ്ത്രീ. ഒരു ചാൻസ് അങ്ങനെയാണ്. രണ്ടാമത്തെ ചാൻസ്, ഇന്നത്തെ കാലമാണ്, പലതും നമ്മൾ കാണാറുണ്ട്, പല കഥകൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്ന ഒരു രണ്ടാമത്തെ കേസ്, അവിഹിതം. മനസ്സിലായില്ലേ?
ഇത്രയും കാലങ്ങളായിട്ട് കുട്ടികളില്ല. ഒന്നുകിൽ പുള്ളിക്ക്, ഇല്ലെങ്കിൽ തലയ്ക്ക് മേളിലാണ്. പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാം ആർക്കാണ് എന്ന്. സംഭവിക്കാം, ഇന്നത്തെ കാലമാണ് അല്ലേ? പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്ന ഒരു രണ്ടാമത്തെ ചാൻസ്. അത് പറയാൻ കാരണം ഇതുവരെയായിട്ടും ആ വ്യക്തി വിഷ്ണു പോലീസിനോട് വാ തുറന്നു പറഞ്ഞിട്ടില്ല എന്തിനാണ് തീർത്തത് എന്നുള്ള കാര്യം. മനസ്സിലായില്ലേ? സൈലൻസിലാണ് പുള്ളി. ആ സൈലൻസ് മാറിയേ പറ്റുള്ളൂ, കാരണം പറഞ്ഞേ പറ്റുള്ളൂ. ആദ്യത്തേത് തന്നെയാണെങ്കിൽ അയാൾ ഒരു ഫേക്കായിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു. ഒരു നല്ല അധ്യാപകൻ ഒരിക്കലും, ഇത്തിരി ബോധമുള്ള അധ്യാപകനാണെങ്കിൽ ഒരിക്കലും കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ ഭാര്യയെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. മനസ്സിലായോ? രണ്ടാമത്തെ സാധ്യത ഞാൻ പറഞ്ഞു. ഇനി മൂന്നാമത്തേത്, അത് പറയുന്നതിന് മുമ്പ് ബാക്കിയും കൂടെ നിങ്ങളൊന്ന് വാർത്ത കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. സമയം മുൻപാണ് വിരലടയാള വിദഗ്ധ അടക്കമുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി അൽമയുടെ മൃതദേഹം നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം നടക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം വിഷ്ണുനാഥ് രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയില്ല. വിഷ്ണുനാഥിനെ നെയ്യാറ്റിൻകര പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാം എന്നുള്ളതാണ് നെയ്യാറ്റിൻകര പോലീസ് ഇപ്പോൾ കരുതുന്നത്. ഉന്മേഷ്, ശരി. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക് കൂടി. ഇവർക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുള്ളതായിട്ട് നിലവിൽ ഒന്നും അറിയില്ല. രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ജീവിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു എന്തോ പ്രശ്നങ്ങളുണ്ടായി എന്ന് ഇവിടെ പറയപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഒരാൾ മരണപ്പെട്ടു പോയതും മറ്റ് സംഭവം അറിയുന്നത്. എന്തായാലും ഇതിൻ്റെ ഇത് മരണകാരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട അധികാരികൾ കണ്ടെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവർ നാട്ടിലെല്ലാവരോടും അങ്ങനെ അയൽക്കാരോട്ടൊക്കെ അത്ര വലിയ സ്നേഹമാണെങ്കിലും എപ്പോഴും മിണ്ടുന്ന ഒരു തരക്കാരല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, മതി. അയൽക്കാരുമൊക്കെ ആയിട്ട് സ്നേഹത്തിലാണ്, പക്ഷേ എന്നാലും എപ്പോഴും അങ്ങനെ കീപ്പ് ചെയ്യുന്ന ആളുകളല്ല. പിന്നെ ആ വ്യക്തി പറയുന്നത് കേട്ടല്ലോ, ഇവർ തമ്മിൽ സ്നേഹത്തിലൊക്കെ ആയിരുന്നു, വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരു സൈഡിലൂടെ കേൾക്കുന്നു, കരക്കമ്പി പോലെ കേൾക്കുന്നു, ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് എന്നും കേൾക്കുന്നു. അപ്പുറത്തെ സൈഡിൽ കേൾക്കുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ കുട്ടികളില്ലാത്തതിൻ്റെ പേരുള്ളതായിരിക്കില്ല. മനസ്സിലായോ? ഇനിയും ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകുന്നു എങ്കിൽ ഒന്നെങ്കിൽ കുട്ടികളുടെ കാര്യം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത മൂന്നാമത്തെ ഒരു സാധ്യത. 9 വർഷമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കേൾക്കുന്നതാണ്. സ്ത്രീധനം, സ്വത്ത്, ഇതിൻ്റെ പേരും പറഞ്ഞുള്ള വഴക്കുകൾ കണ്ടതാണ്. ഈ അടുത്തും ഷാർജയിൽ പോലും, മലയാളികൾ അങ്ങ് ഷാർജയിൽ പോലും സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ് അടിയുണ്ടാക്കുന്നതും ജീവൻ എടുക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യതയും തള്ളിക്കറിയാൻ പറ്റില്ല. ഇതൊക്കെ സാധ്യതകളാണ്. ഇതുവരെയായിട്ടും ഇത്രയും നേരമായിട്ടും അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. രാവിലെ പുള്ളിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു, എന്നിട്ട് ഇത്രയും നേരമായിട്ട് ഇതിൻ്റെ കാരണം, റീസൺ എന്താണെന്ന് ഇതിനായിട്ടും പുറത്തു വന്നിട്ടില്ല. ആ പെൺകുട്ടിയുടെ കുടുംബമാണെങ്കിലും മുന്നോട്ട് വന്നിട്ടില്ല. ഇതുപോലെ മകളെ എന്തെങ്കിലും ഈ ഒരു സ്വത്തിൻ്റെ കാര്യം പറഞ്ഞോ, സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞോ, എന്തെങ്കിലും ഉപദ്രവിക്കുന്നതോ ഒന്നും കുടുംബം പറഞ്ഞിട്ടില്ല. സാധാരണ അങ്ങനെ പറയുന്നതാണ്, നമ്മൾ കാണുന്നതാണല്ലോ കുറച്ചായിട്ട്. ഒന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും സാധ്യത, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആ ഒരു കാരണം, അവിഹിതം, തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലമായതുകൊണ്ടാണ് എന്ന് വെച്ചിട്ട് അതാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ചാൻസസ് ആണ്, 3 ചാൻസസ് ആണ് ഇവിടെ ഉള്ളത്. മനസ്സിലാക്കുക. ഇവിടെ ഈ അടുത്തായിട്ട് നടന്നിരിക്കുന്ന എല്ലാ ഈ ഭാര്യ ഭർത്താവ് പ്രശ്നത്തിലും ഉള്ള 3 റീസൺസ് ഇത് 3ഉമാണ് അല്ലേ? നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകിൽ ഈ കുട്ടികളില്ലാത്തതിൻ്റെ ഇപ്പം ഈ അടുത്ത് കേട്ടിട്ടില്ല, ഒന്നത് ഇവരുടെ കേസ് ആയതുകൊണ്ട്, പിന്നെ സ്ത്രീധനം, പൈസ, 3 അവിഹിതം. ഇതിലേതെങ്കിലും ഒരു റീസണേ ആവുള്ളൂ. അല്ലാതെ വേറൊരു കാരണം പുതുതായിട്ട് ഇനി ഉണ്ടായി വരും എന്നെനിക്ക് തോന്നുന്നില്ല ഈ ഒരു വിഷയത്തിലാണെങ്കിലും. എന്താണ് ഇങ്ങനെ 2 പേർ ഒന്നിച്ച് ഇങ്ങനെ ജീവിക്കുന്നു, കുട്ടികളുടെ പോലും ഇല്ല. സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരാവുന്ന 3 റീസൺസ് ഇതൊക്കെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ പറയുക ഇനി താഴെ വേറെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമോ? കാരണം ഒരു പ്രധാന കാരണം എന്താണെങ്കിലും കാണും. അല്ലാതെ ഈ രാവിലെ 8:30-ക്കൊക്കെ ലഹരിയുടെ പുറത്താണെന്നൊന്നും നമുക്ക് പറഞ്ഞു കളയാൻ പറ്റില്ല. മനസ്സിലായോ? അത്രയും രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ ആ സമയത്തെ ലഹരി ബോധമില്ലാത്ത അവസ്ഥയിൽ വേണമെങ്കിൽ അവസാനത്തെ ഒരു പോയിന്റായിട്ട് മാത്രം അതിനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ കേസിൽ അത് എത്രത്തോളം ആപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. ഇങ്ങനൊരു വിഷയം കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നാൻ കാരണവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. കുറേ ആയിട്ട് കാണുന്നു, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ദിവസം മകൻ അമ്മയെ ലഹരിയുടെ പുറത്ത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ മാത്രമാണ് ഇങ്ങനെ നടക്കുന്നത്. ഉണ്ട്, നോർത്തിലൊക്കെ ഉണ്ട് അതൊക്കെ. പക്ഷേ
പീഡന പരിപാടികളാണ് കൂടുതലും. ഇങ്ങനെ ഈ മകൻ അമ്മയെ ലഹരിയുടെ പുറത്ത്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.